ഹായ് എവരിവൺ, പുതിയൊരു വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട്, എന്തൊക്കെ വ്യൂകൾ നമുക്ക് കൊണ്ടുവരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയാനുള്ളത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ ഉണ്ടായിരുന്നു. ആ ലെവൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് കാണാൻ പറ്റി. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നല്ലൊരു സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുമെന്നായിരുന്നു. വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് അത് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് IT സെക്ടറിനെ കുറിച്ചാണ്. ഇന്ന് മാർക്കറ്റിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത് IT സെക്ടറാണ്. ഏകദേശം 1786 പോയിൻറ്റ് 5% മൂവ്മെൻറ്റ് IT നടത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് IT വളരെ സൈലൻറ്റ് മൂവ്മെൻറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത് റിക്കവർ ചെയ്ത്, അതായത് ആ ഒരു സൈലൻറ്റ് മൂവ്മെൻറ്റിൽ നിന്നും ബ്രേക്ക് ചെയ്ത് നല്ലൊരു ശക്തമായ ഒരു റാലി ITയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയും കൂടെ ഏകദേശം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഏകദേശം 22,000 ലെവൽ ഇന്ന് തന്നെ നിഫ്റ്റി റീച്ച് ചെയ്യുമായിരുന്നു. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത് 21,960 എന്ന് പറയുന്ന റേഞ്ചാണ്. അപ്പം 21,894 നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഗിഫ്റ്റ് നിഫ്റ്റി 21,958 തന്നെ ഏകദേശം നല്ല രീതിയിലൊരു പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. സോ ഈ രീതിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മൺഡേ നമുക്ക് വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസും അതുപോലെ തന്നെ മൺഡേ രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അത് ഒരു പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ FISൻ്റെയും അതുപോലെ തന്നെ DISൻ്റെയും ഡാറ്റയാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് FIS സെല്ലിംഗ് മോഡലായിരുന്നു എന്നും അതുപോലെ തന്നെ DIS മാർക്കറ്റിനെ ഇന്നലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതായത് 21,500 നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ DIS നമ്മളെ സഹായിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 340 കോടിയുടെ സെല്ലിംഗ് ആണ്. ഏകദേശം 340 കോടിയുടെ സെല്ലിംഗ് ആണ് FISൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈങ്, അതായത് 2,900 കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുള്ളത്. അപ്പം വളരെ ശക്തമായിട്ടുള്ളൊരു ബൈങ് വന്നതുകൊണ്ട് തന്നെയാണ്, ഡൊമസ്റ്റിക്കിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ബൈങ് വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചത് മാർക്കറ്റിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഈ ഒരു 22,000 എന്ന് പറയുന്ന, അതായത് 22,000 നമ്മളെപ്പം ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കാൻ ആ ലെവൽ ഇന്ന് തന്നെ നമുക്ക് ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോ അടുത്ത ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് കിട്ടുന്നത്. FISൻ്റെ ഭാഗത്തു നിന്ന് അവർ ഇന്നലെ സെല്ല് ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും കുറവാണ് ഇന്ന് സെല്ല് ചെയ്തത്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ വരും ദിവസങ്ങളിൽ FISും കൂടെ ഒരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ എനിക്കിതാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് OA ഡാറ്റ നോക്കണം. OA ഡാറ്റ നോക്കുന്ന സമയത്ത് ഓക്കെ, മാർക്കറ്റ് 21,950. ഓക്കെ, ഇപ്പം 21,700 അതുപോലെ തന്നെ 21,800 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം 21,700 വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇതിപ്പം വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 21,800 ഇനി ഒരു മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 22,500, അതുപോലെ തന്നെ 22,500 22,300 ഒക്കെയാണ് ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് പറയുന്നത്. സോ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആണെന്നാണ് OA ഡാറ്റ പറഞ്ഞു തരുന്നത്. പക്ഷേ OA ഡാറ്റ നമുക്ക് എപ്പം വേണമെങ്കിലും ചേഞ്ച് ആവാം. സോ OA ഡാറ്റയിൽ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മുടെ പ്രൈസ് ആക്ഷൻ, അതായത് ലെവൽസും കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ട്രേഡ്സുകൾ എടുക്കാൻ. അപ്പം ഓവറോൾ ഒരു ബുള്ളിഷാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീക്ക്ലി സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈൻ ആയിരുന്നു. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ 3 തവണ ടെസ്റ്റ് ചെയ്തുകൊണ്ട് 4ാമത്തെ തവണ ഈ ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫാൾ എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ വളരെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ
ഈ ഒരു ട്രെൻഡ് ലൈൻ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ കൂടിയായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഇനി നമ്മൾ മേജറായിട്ടുള്ളൊരു അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,300 മേജറായിട്ടുള്ള OA ഡാറ്റ പറയുന്ന റെസിസ്റ്റൻസ് 22,300 അതുപോലെ തന്നെ 22,500 സോ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ 21,800 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 21,700 ആയിരിക്കും കുറച്ചും കൂടെ സ്ട്രോങ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ബ്രേക്ക് ലെവൽ, അതായത് ഇന്ന് ബ്രേക്ക് ചെയ്ത പോയിൻ്റാണ്, നല്ല രീതിയിൽ ബയേഴ്സ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുവാണെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്നും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ലെവൽസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മേജറായിട്ടുള്ള ലെവൽസുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ OA ഡാറ്റ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ 48,000 ഒരു മേജർ റെസിസ്റ്റൻസ് പറയുന്നത്. അതുപോലെ തന്നെ 47,500 ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു ബുള്ളിഷ് ഇപ്പം കാണാനില്ല എന്നാണ് ഇപ്പം അത് കാണിച്ച് തരുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നിഫ്റ്റിയിൽ കണ്ട പോലെ തന്നെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ആണെന്ന് നമുക്ക് തോന്നുന്നു. അതായത് ഈ ലെവൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റിജക്റ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. സോ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് റിവേഴ്സൽ ട്രേഡ് പോലും നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇമ്പോർട്ടൻ്റ് ആയ ലെവലാണ്. അതുപോലെ തന്നെ 48,000 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 48,000 എന്ന് പറയുന്നത് ഈ ഒരു 47,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് OA റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ്റെ റിജക്ഷനും അതുപോലെ തന്നെ OA ആയിട്ട് റിജക്ഷനും വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റിൽ. ഓക്കെ, ഇത് മേജറായിട്ടുള്ളൊരു ട്രെൻഡ് ലൈനായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻട്രാഡേ സെറ്റപ്പിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത സമയത്താണ് ട്രേഡ് വന്നിട്ടുള്ളത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഫുള്ളി ഹോൾഡ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ, ഈ ലെവലിൻ്റെ താഴെയായിട്ട് ഞാൻ കീപ്പ് ചെയ്തു. സോ 22,000 ലെവലിൽ എത്തുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു നിഫ്റ്റിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. സോ അതിന്ന് എത്തിയിട്ടില്ല. എന്തായാലും നല്ലൊരു ട്രേഡ് ഇന്ന് കിട്ടി. നമ്മുടെ സെറ്റപ്പ് വെച്ച് നല്ലൊരു ട്രേഡ് കിട്ടി. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നമ്മുടെ സെറ്റപ്പ് വളരെ അക്യുറേറ്റ് ആയിട്ട് 5 മിനിറ്റ് ഇടുക. 5 മിനിറ്റ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. നമ്മുടെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയത്. അത് കഴിഞ്ഞ് അതും സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറി മുകളിലോട്ട് പോയി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടാർഗറ്റ് എന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. എന്തായാലും നമ്മുടെ ലെവൽസൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ ലെവൽസ് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ദിവസത്തേക്ക് നമ്മുടെ ലെവൽസിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്താനില്ല. കാരണം വലിയ രീതിയിലുള്ള ഡാമേജുകളൊന്നും നമ്മുടെ ലെവൽസിന് സംഭവിച്ചിട്ടില്ല. സോ ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുതന്നെ ഈ റേഞ്ചിൽ നിന്നൊരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഫൈനൽ ടാർഗറ്റായിട്ട് നമുക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. അതിനിടയിൽ ചെറിയ 1-2 ടാർഗറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. ഒരു ടാർഗറ്റ് നമുക്കിത് എടുക്കാം ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ ഇതൊരു ഫൈനൽ ടാർഗറ്റാക്കി എടുക്കാം. ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താലായിരിക്കണം മാർക്കറ്റിൽ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ഒരു ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിലും മാർക്കറ്റിൽ ഇനി നമുക്ക് ഈ ലെവൽസ് തന്നെ ഫോക്കസ് ചെയ്യാം. വലിയ രീതിയിലുള്ള ഡാമേജ് സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്ക് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അപ്സൈഡിലേക്കൊരു പ്ലാൻ ഒരു ലെവൽ കൊണ്ടുവരാനല്ല. നമുക്ക് OA ഡാറ്റ നോക്കിയിട്ട് 22,000 എന്ന് പറയുന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 22,200 നമുക്കൊരു ലെവൽ പിടിക്കാം. അതുപോലെ തന്നെ 22,100. ഓക്കെ, ഈ 3 ലെവൽ വെക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിന് തിരിച്ച് വരുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നല്ല രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും. മാർക്കറ്റ് ഈ റേഞ്ച് സപ്പോർട്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് സപ്പോർട്ട് ഇത് എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട്, മേജറായിട്ടുള്ള സപ്പോർട്ട് ഇതായിരിക്കും. അതുപോലെ തന്നെ 50 മിനിറ്റ്സിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവൽ എന്ന് പറയുന്നത് ഇതൊരു മേജർ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഈ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫാൾ നമുക്ക് ഈ ലെവൽ വരെ എക്സ്പെക്റ്റ് ചെയ്യാം.
ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്കുള്ളൊരു ഇൻട്രാഡേ സെറ്റപ്പാണിത്. ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡാറ്റ ഉപയോഗിച്ചിട്ടുള്ള ലെവൽസുകളാണ് ഈ കാണുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ട ഓൾ ടൈം ഹൈയും കൂടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ലെവൽസ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോസുകൾ നിങ്ങൾ കാണുമ്പം അത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.